ഫ്രണ്ട്സ്, ലെജു സ്പീസ് ട്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മിനി സ്റ്റഡി വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഉച്ചവരെയുള്ള പഠനത്തിൻ്റെ എൻ്റെ ഒരു ശ്രമങ്ങളൊക്കെയാണ്. അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കിട്ടിയ സമയം കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നും നല്ല പോലെ കിടന്നുറങ്ങുന്ന മോള് ഞാൻ ഇന്നൊരു 6:30 ആകുമ്പോഴാണ് എണീറ്റത് പഠിക്കാനായിട്ട്. നേരത്തെ എണീറ്റു, പക്ഷേ 6:30ക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്നത്. അപ്പം തന്നെ മോളെ എണീറ്റു. അവളാണെങ്കിൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പോലും അവൾ ആ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, നേരത്തെ എണീറ്റു. പൊതുവേ ലൈറ്റ് ഞങ്ങൾ ഓഫാക്കിയിട്ട് ഒരു യെല്ലോ ലൈറ്റ് മാത്രമാണ് ഇടാറുള്ളത്. പക്ഷേ ഇന്നലെ വാശി പിടിച്ച് ഫുൾ ലൈറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ രാവിലെ ഓഫാക്കാൻ വിട്ടു. അതുകൊണ്ടാണെന്ന് അറിയില്ല, അവളും കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടെ അവൾ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധികം നേരം ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു 1.25 മണിക്കൂർ തന്നെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റു, അവളെയും കൊണ്ട് എണീറ്റു. പിന്നെ അവൾക്ക് പല്ല് തേച്ച് കൊടുത്ത് ഹോർലിക്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ റെഡിയാക്കിയ ശേഷമാണ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് രാവിലെ എണീറ്റ് കുറച്ചെങ്കിലും ഇരുന്ന് വായിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എണീറ്റതായിരുന്നു. പക്ഷേ നടന്നില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് വലിയ കാര്യത്തിൽ പഠിക്കാനൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ എന്ത് കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ പെർഫെക്റ്റായി പ്ലാൻ ചെയ്യും. പക്ഷേ അതുപോലെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര 100% നടക്കുന്നൊന്നുമില്ല. എങ്കിലും ഞാൻ ഇന്ന് അത്യാവശ്യം നന്നായി തന്നെ പഠിക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു 10-11 മണി കഴിഞ്ഞിട്ടാണ് പഠിക്കാനൊക്കെ ഇരിക്കാറുള്ളൂ. പ്രത്യേകിച്ച് എക്സാം നടക്കുന്തോറും ഒരുപാട് നേരം ഇരുന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ പറ്റുന്നില്ല. രാവിലെ നേരത്തെ എണീക്കാൻ ചില ദിവസങ്ങളൊക്കെ എണീക്കും, പക്ഷേ ചിലപ്പോൾ തീരെ എണീക്കാൻ പറ്റില്ല. രാത്രി വൈകിട്ടായിരിക്കും കിടക്കുന്നത്. മിക്കവാറും രാത്രി കിടക്കുമ്പോൾ 1 മണിയൊക്കെ ആവും. കുറച്ച് നേരം ഇരുന്ന് പഠിക്കും എന്തായാലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 1 മണിക്ക് കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ നേരത്തെ എണീക്കാന്ന് വെച്ചാൽ എണീറ്റാലും ആ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പഠനം അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കൂടുതൽ മടി പിടിച്ച് പിന്നെയും കിടക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 6 മണിക്ക് എണീറ്റാൽ കുറച്ച് ഒരു മണിക്കൂറെങ്കിലും പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എണീറ്റത്. പിന്നെ ജോഗ്രഫിയാണ് നോക്കിയത്. കുറേ ആയി ജോഗ്രഫി ടച്ച് വിട്ടു പോവുകയാണ്. അത് നമ്മൾ വായിക്കാതെ ആകുമ്പോൾ അതിൽ ചില കീവേഡ്സ് ഒക്കെ ഉണ്ട്, അത് കിട്ടാത്ത പോലെ തോന്നും. അത് നമ്മളെപ്പോഴും ഓരോ സെൻറ്റൻസ് വായിക്കുമ്പം അതിൽ പ്രധാനമായി തോന്നുന്നത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചോടിച്ച് വായിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു മൈൻഡിലുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മൈൻഡിലുണ്ടെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എപ്പോഴും എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത് തലേ ദിവസമാണ് എഴുതി വെക്കാറുള്ളത്. ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ. അത്തേക്ക് പഠിക്കാനുള്ള ബുക്കുകളൊക്കെ കൂടി അടുക്കി പെറുക്കി വെച്ചതാണ്. മോളിപ്പോൾ താഴെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നെയ്സിൽ ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അവളുണ്ടെങ്കിൽ ഇങ്ങനെ ബുക്കൊന്നും വയ്ക്കാൻ പറ്റില്ല. പഠിക്കാനുള്ള ഒരു ബുക്ക് മാത്രം കയ്യിൽ വെച്ചിട്ട് അങ്ങനെയാണ് പഠിക്കാറ്. അപ്പോൾ ഇതിൽ വന്നിട്ട് എനിക്ക് ഇന്നത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് തണ്ണീർത്തടം ആ ഒരു സെക്ഷൻ കുറച്ച് പഠിക്കാനല്ല, ഞാൻ കുറച്ച് മറന്നു പോയി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ആ ഭാഗത്തുനിന്ന് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ SCRTയിൽ ഒരു പോർഷൻ ഒരു 10-12 പേജോളം വായിച്ചു പോകാമെന്ന് വിചാരിച്ചു. രാവിലെ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും PYQ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഡെയിലിയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം പിന്നെ എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും മൊത്തത്തിൽ വയ്യാത്തൊരവസ്ഥയാണ്. എക്സാം എടുക്കുന്തോറും എന്തുകൊണ്ടാണ് ഇങ്ങനെ വയ്യാതാവുമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം. മൊത്തത്തിലൊരു ക്ഷീണം, മോട്ടിവേഷനൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് പഠിക്കണം എന്ന് വിചാരിച്ചോ. പിന്നെ CA നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ജനുവരിയിൽ നോക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ താപ വൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ട്, താപോർജ്ജത്തിൻ്റെ അങ്ങനെയുള്ള കുറച്ച്, അതായത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അത് എത്ര പഠിച്ചാലും മറന്നു പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ടിൽ എഴുതി, ഷോർട്ട് നോട്ട് പോലെ ഒന്ന് എഴുതി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലും ആ ഒരു ടോപ്പിക്കൊന്നും ഇല്ല. ഡാമുകളുടെയും വൈദ്യുത പദ്ധതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താപോർജ്ജം അത് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കാത്തത് ചോദിച്ചാൽ ഞാൻ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ മറന്നുപോയി, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി സമയം കിട്ടുമെന്ന് അറിയില്ല. മലയാളം PYQ നോക്കിയത്. 2 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ശരിക്കും നോക്കണം, എന്നാലാണ് ഏകദേശം നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നേ നോക്കിയിട്ടുള്ളൂ. ഇന്ന് ഒരുപാട് സബ്ജക്റ്റുകൾ മാറി പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നും ഇത്ര ലോഡൊന്നും എടുക്കാറില്ല. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാറ്റേൺ ലീവാണ്. അപ്പോൾ മോളെ കുറച്ച് നേരമായിട്ട് നോക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ ടൈം ടേബിൾ ഇട്ടതാണ്. ഇനി അത് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എനിക്ക് ചിലതൊന്നും ശരിക്കും മറന്നു പോകുന്നുണ്ട്, കൺഫ്യൂഷൻ അടിച്ചിട്ട് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനിയും അങ്ങനെ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ആണ് സംഭവം ഇന്ന് ഒരുപാട് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഇനിയുള്ള ദിവസങ്ങൾ ശരിക്കും പഠനം കുറച്ച് കൊണ്ടുവരേണ്ട ഒരു ടൈമാണ്. എന്നാലും അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ എന്തായി, നന്നായി തന്നെ പോകുന്നുണ്ടോ? ഏകദേശം സിലബസൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു? എന്തായി, അവസ്ഥ എന്തായി, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ. പിന്നെ ഞാൻ മലയാളം അങ്ങനെ ആൻസർ കീ നോക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഭാഗം വായിക്കും, എന്നിട്ട് അതിൽ ആൻസേഴ്സൊക്കെ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആൻസർ കീ എടുത്ത് നോക്കുന്നത് കേട്ടോ. അല്ലാതെ ഫസ്റ്റ് തന്നെ ആൻസർ കീ പോയി നോക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. മോളവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ശരിക്കും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവൾക്ക് ലൈറ്റായിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾക്കൊരു വൈറ്റമിൻ എൻ്റെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ റെഡിയായിട്ട് വേഗം പോയി. അവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് വന്നു.
പിന്നെ അപ്പോൾ ഒരു 12 മണിക്കാണല്ലോ അവൾക്ക് ഫുഡ് കൊടുത്തത്. അപ്പോൾ തന്നെ ഇനി ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ എന്നാൽ കുറച്ച് മാത്സ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഒരു സമയമായി. എനിക്ക് പിന്നെ കുറച്ച് റെയർ ഫാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് സമയമായി. പിന്നെ ഈ PYQ ബുക്കും എനിക്ക് വലിയ ഇഷ്ടമില്ല വെച്ചാൽ മാത്സിന് ശരിക്ക് ഒരു കുറുക്ക് വഴിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കാണാറുള്ളത്. എങ്കിൽ പോലും നമ്മൾ PYQ ചെയ്യുമ്പോൾ ഇതൊരു ഓർഡറിൽ അങ്ങനെ കിടക്കില്ല. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതിന് കിട്ടുന്നതൊക്കെ അങ്ങനെ എഴുതി വയ്ക്കും. അതുപോലെ പിന്നെ ഇനി ക്ലാസ്സൊക്കെ കാണാനുണ്ട്. അതെല്ലാം ഇനി മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവളെ ഉറക്കിയ ശേഷമാണ് ഇനി ക്ലാസ്സൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നൈറ്റ് പഠിക്കണം. അതുപോലെ തന്നെ വൈകുന്നേരം 1 മണിക്കൂർ പഠിക്കാൻ സമയം കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാത്സും അതുപോലെ ഇംഗ്ലീഷും PYQ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇതുപോലെ പേനയും ബുക്കൊക്കെ ആവശ്യമാണ്. അറിയാത്ത കയ്യിൽ വയ്ക്കാം. അപ്പോൾ മോളടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നടക്കില്ല. ഇതിപ്പം ഏട്ടൻ്റെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത്. ആരും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഫോൺ നോക്കിയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ വീഡിയോ എടുക്കലും ഫോൺ നോക്കി പഠിക്കുന്നൊന്നും പറ്റില്ലല്ലോ. ആകെ ഒരു ഫോണല്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഫുള്ളായിട്ടുള്ളൊരു പഠനം കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ